ബലിവേദിയിൽ പരിശുദ്ധ സ്നേഹത്തിൻ ദിവ്യബലി പാവനരാകാം പൂരിതരാകാം പാവനാത്മാവാൽ നിറഞ്ഞണയ ദിവ്യകാരുണ്യമായി മാറ്റണേ ഈശോയേ ദൈവസ്നേഹത്താൽ നിറച്ചിടേണമേ. ദിവികാരുടെ ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടി ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാൻ വേണ്ടി നമ്മളായിരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയായ കുദാശകളുടെ കുദാശയായ ഈ വിശുദ്ധ കുർബാനയിലേക്ക് നമുക്കൊരുങ്ങാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും പ്രതീക്ഷകളെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഒറ്റപ്പെടലുകൾ, സങ്കടങ്ങൾ, വേദനകൾ, പ്രതീക്ഷകൾ, കുടുംബങ്ങളെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എപ്രകാരമാണോ ആ ബാലൻ 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കൈകളിലേക്ക് സമ്പൂർണമായി എടുത്ത് ഉയർത്തിയത്, അപ്പോൾ വലിയ സമൃദ്ധിയും അത്ഭുതവും ഉണ്ടായി എന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായ വിശ്വാസത്തോടെ സമ്പൂർണമായി സമർപ്പണം ചെയ്താൽ ദൈവം അത് കൃപയുടെ, അനുഗ്രഹത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ വഴിയിലേക്ക് മാറ്റും എന്ന് കൃത്യമായി യോഹന്നാൻ്റെ സുവിശേഷം നമ്മളോട് പറയുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്താം. വിശ്വാസത്തോടെ യേശുവിനെ നോക്കിയവരെല്ലാം അത്ഭുതം സ്വീകരിച്ചു. അവർ അത്ഭുതം കണ്ടു. അവർ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൻ്റെ വഴിയിൽ അവനോട് ഒന്നുചേർന്നു. ഏറെ വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വന്തം ശരീരരക്തങ്ങൾ നമുക്ക് ഭക്ഷണ പാനീയമാകാൻ യേശു നൽകിയത് നമ്മോട് അടുത്തിരിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ അകത്തിരിക്കാൻ വേണ്ടിയാണ്. അകത്തിരിക്കുന്ന അത്ഭുതമാണ് വിശുദ്ധ കുർബാന. ഈ ഒരു വലിയ വിശ്വാസത്തോടെ ഈ വിശുദ്ധ കുർബാന ഏറെ തീവ്രതയോടെ, തീഷ്ണതയോടെ നമുക്ക് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു.
മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനു പിന്നെന്നും. അനവത്യൻ മമ നാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവോ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ള